കട്ടപ്പന നഗരസഭാ പരിധിയിലുള്ള ആശാ വർക്കർമാർക്ക് നഗരസഭയുടെ ഓൺ ഫണ്ടിൽ ഉൾപ്പെടുത്തി 2000 രൂപ ഇൻസെന്റീവ് നൽകാനുള്ള തീരുമാനം ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുന്നു. നഗരസഭ ഫണ്ട് വകയിരുത്തിയെങ്കിലും പദ്ധതിക്ക് DPC അംഗീകാരം ലഭിച്ചില്ല എന്നതാണ് പ്രതിസന്ധി നേരിടുന്നത്. കട്ടപ്പന നഗരസഭയിൽ 34 ആശാ വർക്കർമാരാണുള്ളത്. ഇവർക്ക് സർക്കാർ പ്രതിമാസം നൽകുന്ന 7000 രൂപയും കേന്ദ്ര സർക്കാരിന്റെ ഇൻസെന്റീവ് 2000 രൂപയുമാണ് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആശാ വർക്കർമാർ തങ്ങളുടെ വേതനം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള സമരപരിപാടികളോട് സർക്കാർ മുഖം തിരിച്ചതോടെ പ്രതിപക്ഷ നേതാവ് ഇടപെട്ട് UDF ഭരണസമിതിയിലുള്ള നഗരസഭ, പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ ഫണ്ട് വകയിരുത്തി ഒരു തുക ഇൻസെന്റീവായി നൽകണമെന്ന പ്രഖ്യാപനമുണ്ടായിരുന്നു. ഈ പ്രഖ്യാപനത്തിന് ചുവട് പിടിച്ചുകൊണ്ടാണ് കട്ടപ്പന നഗരസഭ ഫണ്ട് വകയിരുത്തിയത്. 2000 രൂപ ഇൻസെന്റീവ് ആയിട്ട് നൽകാനായിരുന്നു തീരുമാനം. ഇതിൽ പ്രകാരം പദ്ധതി ഉണ്ടാക്കി DPCയുടെ അംഗീകാരത്തിനായി സമർപ്പിച്ചെങ്കിലും സർക്കാരിന്റെ തീരുമാനമില്ലാതെ നൽകാൻ കഴിയില്ല എന്ന മറുപടിയാണ് ലഭിച്ചത്. ഇതോടെ ഈ തുക ആശാ വർക്കർമാർക്ക് നൽകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. നിലവിൽ തുച്ഛമായ വേതനത്തിൽ ജോലി ചെയ്യുന്ന ആശാ വർക്കർമാരോട് അനുഭാവപൂർവമായ നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കണമെന്ന് കട്ടപ്പന നഗരസഭ UDF കൌൺസിലർ പ്രശാന്ത് രാജു പറഞ്ഞു. അതിന്റെ പ്രോജക്റ്റ് തയ്യാറാക്കി അതിന്റെ ടെക്നിക്കലായിട്ടുള്ള സാങ്ഷന് വേണ്ടി എത്തിയപ്പോൾ വീണ്ടും ഉദ്യോഗസ്ഥന്മാരുടെ ചുവപ്പ് നാട ആ ഫയലിന് മുകളിൽ വീണിരിക്കുക. ഗവൺമെന്റിന്റെ ഉത്തരവില്ലാത്തതുകൊണ്ട് നൽകാൻ കഴിയില്ല എന്നുള്ള നിലപാടിലാണ് ഉദ്യോഗസ്ഥന്മാർ നിലനിൽക്കുന്നത്. അത് ഗവൺമെന്റ് ഈ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരോട് കാണിക്കുന്ന പ്രതികാര നടപടിയാണ്. അപ്പോൾ ഈ പാവങ്ങളെ ഒരു കാരണവശാലും ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ള ഗവൺമെന്റിന്റെ നിലപാട് ചുവപ്പ് നാടയിലുള്ള ഉദ്യോഗസ്ഥന്മാർ വഴി നടപ്പാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇത് തികച്ചും പ്രതിഷേധാർഹമാണ്. നിലവിൽ ആശാ വർക്കർമാർ നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി 7000 രൂപ സർക്കാർ ഓണററി നൽകുമ്പോൾ പെർഫോമൻസ് ഇൻസെന്റീവ് 500 രൂപ വേണം എന്ന നിബന്ധനയുണ്ട്. മാസം പെർഫോമൻസ് ഇൻസെന്റീവ് 500 രൂപ ആയില്ല എങ്കിൽ 7000 രൂപ എന്നുള്ളത് 3500 രൂപയായി ചുരുങ്ങും. ഇതോടെ നാമമാത്ര തുക മേടിച്ച് ജോലി ചെയ്ത് മുൻപോട്ട് പോകേണ്ട സാഹചര്യമാണ് നിലവിൽ. വർക്കറാണ്. അപ്പം ഞങ്ങൾക്ക് 10 മാനദണ്ഡമായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. ഈ 10 മാനദണ്ഡത്തിന് അത് വേണ്ടാന്നുള്ളത് മാറ്റിയിട്ട് ഇൻസെന്റീവിനകത്തേക്കിട്ട് പെർഫോമൻസ് ഇൻസെന്റീവ് 500 രൂപ ഇല്ലെങ്കിൽ 3500 ആക്കും എന്ന് പറഞ്ഞു. മെയ് മാസത്തിൽ എനിക്ക് അങ്ങനെ പറ്റി. 20 രൂപയുടെ കുറവ് വന്നിട്ട് 3500 കിട്ടുള്ളൂ. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പം നഗരസഭയും മുനിസിപ്പാലിറ്റി പറഞ്ഞു, പഞ്ചായത്തുകളും പറഞ്ഞിരുന്നു 1000 രൂപ വെച്ച് എന്ന് പറഞ്ഞിരുന്നു. നമുക്ക് ആശമാർക്ക് ഒരു ഇൻസെന്റീവ് പോലെ തരാം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ പൈസ പോയപ്പോൾ ഇതേപ്പറ്റി അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ എന്തോ ടെക്നിക്കൽ തകരാറുകളാണ്. അപ്പോൾ അത് കിട്ടാൻ താമസമുണ്ട്. എന്തൊക്കെയോ ഫോമുകൾ റെഡിയായി വരണം, സർക്കാർ കൂടെ ഒന്ന് അംഗീകരിച്ചാൽ മാത്രമേ തരുവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതും ഇല്ല ഇതും ഇല്ലാത്ത ദൈനംദിന ജീവിത ചെലവുകൾ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ തങ്ങളോട് കാണിക്കുന്ന അനീതി അവസാനിപ്പിക്കണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നതും. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.